ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ഹാപ്പിനെസ് ഡോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ? ആക്ച്വലി നമ്മൾ മൂന്നാർ പോകാൻ വേണ്ടി ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴല്ലാട്ടോ പോകണം, രാത്രിയാണ് നമ്മൾ മൂന്നാർ പോകുന്നത്. പതിപോലെ തന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അവിടുന്ന് നേരെ മൂന്നാർ പോയി മൂന്നാർ രാത്രി സ്റ്റേ അടിച്ചിട്ട് അവിടുന്ന് രാവിലെ വട്ടവട പോകാനാണ് പ്ലാൻ. കാരണം വട്ടവട ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ വട്ടവടയിൽ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സ്ട്രോബെറി തോട്ടം, അതുപോലെ തന്നെ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പം നമ്മളിന്ന് പോകുന്നത് എക്സ്പ്രസ് കൊണ്ടാണ് പോകുന്നത്. എൻ്റെ വേറൊരു ആഗ്രഹമായിരുന്നു എക്സ്പ്രസ് കൊണ്ട് മൂന്നാർ ഫുള്ളൊന്ന് കറങ്ങി നടക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എക്സ്പ്രസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോകാൻ പോകുന്നത് എക്സ്പ്രസ് കൊണ്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നേരെ മൂന്നാർ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ മൂന്നാർ നമ്മുടെ KSRTC സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് ഒരു ദുർഗായിന്നെങ്ങാണ്ടാണ്, കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെയാണ് നമ്മൾ റൂം എടുത്തത്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. റൂമിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ബാത്റൂമാണ്. സീരിയസ്ലി നീറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ് നമുക്ക് കിട്ടിയത്, ബാത്റൂമാണ് നമുക്ക് കിട്ടിയത്. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ട ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ വണ്ടി ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് വിട്ടു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ്. അതുപോലെ തന്നെ വഴി പോകാത്തതുകൊണ്ട് ഒരുപാട് ഗ്രാമങ്ങളും കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും എല്ലാം കണ്ടിങ്ങനെ പയ്യെ പോയി ലാസ്റ്റ് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അവിടെ എത്തി. നമ്മൾ എത്താറായി. പിന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അവിടെ വരെ എത്തി. അപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഇവിടെ ചെറിയൊരു കട കണ്ടു. നേരെ അവിടെ ചെന്ന് 2 ചായ പറഞ്ഞു, 3 ഇഡ്ഡലിയും 1 പരിപ്പുവടയും പറഞ്ഞു. അതും കഴിച്ചു. അവിടുന്ന് നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് അകത്തോട്ടൊന്നും വരില്ല, പുറത്തുനിന്ന് ഫുൾ ഇതൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം നേരെ വണ്ടി വട്ടവടയിലേക്ക് വിട്ടു. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വരെ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ വട്ടവടയിലേക്ക് ഒന്ന് പോകാൻ ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ന് ടോപ്പ് സ്റ്റേഷനൊന്നും നിൽക്കുന്നില്ല, നേരെ വണ്ടി വട്ടവടയിലേക്ക് തന്നെയാണ് വിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 തവണ പോയപ്പോൾ പോലും നമുക്ക് ഇതുവരെ ഒരു ആനേനെ കാണാൻ പറ്റിയിട്ടില്ല, ഒരു മൃഗത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പല കാഴ്ചകളും ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ വട്ടവട അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷനൊക്കെ പോകുന്ന വഴിക്ക് ആനകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഇന്ന് ആനകളുണ്ടായിരുന്നു. 1 2 3 4 ആനകളായിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ നേരെ വട്ടവടയിലേക്കാണ് വിട്ടത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നലെ നമ്മൾ ചോദിച്ച് പറയാൻ വെച്ചാൽ ഇന്നലെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാത്രിയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നല്ല മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ വട്ടവടയുടെ കവാടൊക്കെ എത്തിയിട്ടുണ്ട്, ദ വില്ലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്.
അവിടെ നിന്ന് നമ്മൾ പയ്യെ, അപ്പോൾ ഇവർ പറഞ്ഞു അല്ല വണ്ടി ഒന്നും അവിടെ നിർത്തരുത്. അവർ പറഞ്ഞു അടുത്തൊരു ചെക്ക് പോസ്റ്റ് കാണുന്നവരെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല, റണ്ണിങ്ങിൽ വീഡിയോ എടുത്തോളാം അവർ പറഞ്ഞു. നമ്മുടെ ഗോപ്രം കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സാറുമാർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ റണ്ണിങ്ങിൽ വീഡിയോ എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ വണ്ടി നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. അടുത്തൊരു ചെക്ക് പോസ്റ്റ് കാണുന്നവരെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പയ്യെ ഓരോ ഇതൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ എക്സ്പ്ലോർ ചെയ്ത് പയ്യെ പോന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ തന്നെ നമുക്ക് അത്രയും മരങ്ങളുടെ ഇടയിലൂടെയുള്ള റോഡ്, അത് വല്ലാത്തൊരു ഫീലാട്ടോ. പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്, പലരുടെ വീഡിയോയിലും ഓരോ വ്ളോഗിലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വട്ടവടയുടെ ആദ്യം തന്നെ കാണുന്ന ആ മരങ്ങൾ, അത് ശരിക്കും ഒരു അത്ഭുതം തന്നെ. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി കൊണ്ട് പോകാൻ. എക്സ്പെഷ്യലി ബൈക്ക് കൊണ്ട് പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ വേറെ ലെവലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങ് പോയി ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തി നിന്നു. അങ്ങനെ കുറേ യാത്ര കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നടന്നു പോണ ചേട്ടൻ ആരാന്ന് പറയും, പുള്ളിക്കൊരു സ്ട്രോബെറി തോട്ടമുണ്ട്, പുള്ളി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ മേളിൽ ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ പുള്ളി ഞങ്ങളോട് ചോദിച്ചു എന്താ മക്കളെ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സ്ട്രോബെറി ഫാമൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ ചേട്ടൻ ഒരു കടയിലിരിക്കുകയാണ്. ചേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം തലയിൽ വെച്ചിട്ട് നടക്കണയാണ് കാണുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ചേട്ടൻ്റെ വീടും കൃഷി ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ മേളിൽ നിന്നൊരാൾ ഞങ്ങൾ കണ്ടത് തന്നെ എന്താ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അതെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കാത്തു നിന്ന പോലെയാണ് എനിക്ക് ഫീലായത്. കാരണം നമ്മൾ വരുന്നത് വളരെയേറെ സന്തോഷത്തിലാണ് അവർ നമ്മൾ ഓരോന്ന് കൊണ്ട് കാണിക്കുന്നതും നമുക്ക് തരാൻ വേണ്ടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെക്കാൾ സ്പീഡിൽ ഓടിപ്പോണം എങ്ങോട്ടേക്കെന്ന് പറയും, വേറെ എങ്ങോട്ടെല്ലാം സ്ട്രോബെറി പറിച്ച് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ചേട്ടൻ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തേരാപ്പാര നടന്ന് നോക്കി, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ചേട്ടൻ പിന്നെ താഴത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഏതോ 2-3 കുഞ്ഞ് സ്ട്രോബെറി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല മഴയായിരുന്നെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ആ മഴയത്ത് കുറച്ച് സ്ട്രോബെറിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ 2 മാസം കഴിയുമ്പോൾ സ്ട്രോബെറി ശരിക്കും ആവും. അപ്പോഴത്തേക്കും നിങ്ങൾ ഒന്നുകൂടി വരാനൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. ഞങ്ങളും തീർച്ചയായിട്ടും എന്തായാലും വരുന്ന നല്ല വലിയ സ്ട്രോബെറി കഴിക്കാൻ ഞങ്ങൾക്കും ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ കുഞ്ഞ് സ്ട്രോബെറിയാണ്. ചേട്ടൻ അവിടെ നിന്ന് തന്നെ കഴുകി കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞു ഞാൻ കുറച്ച് വൈനും സ്ട്രോബെറി ജാമൊക്കെ ചെയ്തിട്ടുണ്ട്, അത് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ സ്ട്രോബെറി കഴിച്ചു. അതിന് ശേഷം ചേട്ടൻ്റെ വീട് തൊട്ട് താഴെയാണ്. അപ്പോൾ ചേട്ടനെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കാണ്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ആ ചേട്ടൻ ഉണ്ടാക്കിയ വൈനും സ്ട്രോബെറി ജാമും എല്ലാം ഞങ്ങൾ നോക്കി. വൈനൊക്കെ അത്യാവശ്യം നല്ല വൈനായിരുന്നു, സ്ട്രോബെറി ജാമും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു സ്ട്രോബെറി ജാമായിരുന്നു. പക്ഷേ ഞാനധികം ഇങ്ങനെ ജാമ് കൂട്ടി ബ്രെഡൊന്നും കഴിക്കുന്ന ഒരാളല്ല. എന്നാൽ പോലും അവരുടെ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് ഒരു ബോട്ടിൽ ഞാൻ മേടിക്കണം തോന്നി. അപ്പോൾ അതെനിക്ക് മേടിക്കാൻ തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇപ്പം ഞങ്ങൾ ആ ജംഗ്ഷന് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഈ ചേട്ടൻ അല്ലെങ്കിൽ പോലും ഏതൊരു ചേട്ടനാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടാണ് ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് കൊണ്ടുപോയി കാണിക്കുന്നത്. അത് അവരുടെ ഒരു സന്തോഷമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ ഭയങ്കര സന്തോഷപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കും കണ്ടപ്പോൾ ആ ചേട്ടൻ്റെ ഒരു പെരുമാറ്റത്തിലും ആ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇനിയും ഇപ്പം ഞാനത് മേടിച്ചത് കൊണ്ട് തന്നെ ആ ചേട്ടൻ്റെ മനസ്സിലൊരു സന്തോഷം കാണും. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ അവിടെ വരുമ്പോൾ അവരെ കൊണ്ടുപോയി കാണിക്കാനും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാനും എല്ലാം ഇവർ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അപ്പോൾ അതുപോലെ നമ്മൾ അതിലേക്കിടയ്ക്ക് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതെൻ്റെ ഹോബിയാണ്, അത് മാറ്റി എഴുതാനും പറ്റില്ല. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വന്ന് ചേട്ടനോട് ബായ് പറഞ്ഞു. 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി വരാമെന്നൊക്കെ പറഞ്ഞു പോയി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോകാൻ പോകുന്നത് നേരെ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി പോണ വഴിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പോണ വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണാൻ നല്ല വഴിയൊക്കെയാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു വഴി തന്നെ. അങ്ങനെ നമ്മൾ അവസാനം വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് 10 രൂപ ഫീസ് കൊടുക്കാനുണ്ട്, പാർക്കിംഗ് ഫീ ഉണ്ട്. അതിനുശേഷം നമ്മൾ നടന്ന് ഏറ്റവും താഴത്തെത്തുമ്പോഴാണ് വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. പോണ വഴിയിൽ ഇതുപോലെ തന്നെ ചെറിയ ഒരുപാട് കാഴ്ചകളും നല്ല കുറേ മരങ്ങളും, പിന്നെ ഈ മരത്തിന് മുകളിൽ ചെറിയൊരു മലയണ്ണാൻ ഓടിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് കാണാൻ പറ്റുമോ അറിയില്ല, ഗോപ്രോയിൽ ഷൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സൂം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അതതിൻ്റെ പാട്ടിന് പോയി, അതുകൊണ്ട് അത് കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ നടന്ന് ഏറ്റവും താഴെ എത്തുമ്പോഴാണ് വെള്ളച്ചാട്ടം ശരിക്കും നമ്മൾ വീഡിയോ കാണുന്നതല്ല, ശരിക്കും നല്ല ഒഴുക്ക്, നല്ല സൗണ്ട്, വേറെ ലെവലാണ്.
അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു വഴിയുണ്ട്, കുറച്ചുകൂടി അങ്ങനെ ഉള്ളിലേക്ക് കയറി ഒരു താഴത്തേക്ക് വെള്ളം പോണ രീതിയിലൊക്കെ കാണാൻ പറ്റണേ. അത് റിസ്ക്കാണ് അതിൽ പോകുന്നത്. എങ്ങാനും തെന്നി പോയി കഴിഞ്ഞാൽ പോയി എത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷെ നിങ്ങളുടെ നോക്കി പോവുക. ഞാൻ ജസ്റ്റ് പുറത്ത് അധികം പോയില്ല, തൊട്ട് പുറകെ നിന്നിട്ട് വീഡിയോ സൂം ചെയ്ത് എടുക്കണതാണ് എല്ലാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒഴുക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒഴുക്ക്, നല്ല കുത്തി ഇടിച്ചാണ് വെള്ളമൊക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്ത് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഇതാണ് നമ്മൾ വന്ന വഴിയൊക്കെ. നല്ലൊരു വഴി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ നമുക്ക് റൈഡ് കിട്ടിയത്. അത്യാവശ്യം കുറച്ച് മൃഗങ്ങളെയും ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും നല്ല നല്ല കാഴ്ചകളും അത്യാവശ്യം നല്ല അനുഭവങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് നമ്മൾ പോണ വഴിയിലാണ് വേറെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടത്. അതെന്താണെന്ന് കുറച്ച് പോയതിന് ശേഷം നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ പോയി വട്ടവട ചെക്ക് പോസ്റ്റ് എത്താറായപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കാട്ടുപോത്ത് റോഡിലിറങ്ങി നിൽക്കുന്നത് 1, 2, 3, 4 എണ്ണമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഞാനും കാണുന്നത് നമ്മുടെ മൂന്നാർ സൈഡിലേക്ക് പോകുമ്പോൾ. ഇതിപ്പോൾ പലതവണ പോയിട്ടുണ്ട്, ഇപ്പോൾ ഒറ്റെണ്ണം ഒരു സാധനം കാണാൻ പറ്റിയിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റിനുള്ളിൽ തന്നെ വേറൊരു സാധനം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പോൾ അത് വേറെ ഒന്നല്ല, സിംഹവാലൻ കുരങ്ങാന്നാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. അത് തന്നെയാണെന്നാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സിംഹവാലൻ കുരങ്ങിനെ പോലെ തന്നെയാണുള്ളത്. നമ്മുടെ സിംഹത്തിൻ്റെ മുഖമൊക്കെ വന്ന രീതിയിലൊരു കുരങ്ങില്ലേ, ആ സാധനമായിരുന്നു നമ്മൾ കണ്ടത്. അതായത് അതൊക്കെ കണ്ട് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ് കയറി വരുന്നുണ്ടായിരുന്നു. അടിപൊളി റൈഡായിരുന്നു തിരിച്ചങ്ങോട്ടേക്കുള്ളത്. അപ്പം ഇനി നമ്മൾ വേറെ കാഴ്ചകളൊന്നുമില്ല, നേരെ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഇനി എറണാകുളത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഒരുപാട് ആഗ്രഹിച്ച് പോയൊരു യാത്രയായിരുന്നു അത്. അതിമനോഹരമായി അവസാനിച്ചു എന്തായാലും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഓരോ യാത്രയുടെ അവസാനം പുതിയൊരു യാത്രയുടെ തുടക്കമായിരിക്കട്ടെ. ഞാനിത് പറയുന്നത് വേറെ ഒന്നും കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ യാത്ര പോയപ്പോൾ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഓരോരോ പുതിയ കാഴ്ചകളും പുതിയ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടി ഉള്ളിൽ കയറിയപ്പോഴാണ് എല്ലാം കൂടി നമ്മുടെ ഉള്ളിൽ കയറി നമുക്ക് പിന്നെ തോന്നില്ല. ഇനിയും നമുക്ക് ഒരുപാട് പോകാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഓരോ യാത്രയുടെ അവസാനം പുതിയൊരു യാത്രയുടെ തുടക്കമായിരിക്കട്ടെ. സോ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.